ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു വലിയ സവാള നുറുക്കിയത്, പിന്നെ ഒരു 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. പിന്നെ വേണ്ടത് കായത്തിൻ്റെ പൊടിയാണ്. പിന്നെ നമുക്കതിലേക്ക് ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബേക്കിംഗ് പൗഡർ വളരെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടലമാവ് 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് കൈവച്ച് കൂട്ടി തിരുമ്മിയെടുക്കണം. അപ്പോൾ നമ്മൾ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ബേക്കിംഗ് സോഡയല്ല. അപ്പോൾ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ഒരു 1/4 ടീസ്പൂണിനൊക്കെ കുറച്ചൊക്കെ ചേർത്താൽ മതി. ഇതിപ്പോൾ ബേക്കിംഗ് പൗഡർ ആയതുകൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബ്രെഡാണ്. അപ്പോൾ ഞാനിവിടെ 3 സ്ലൈസ് ബ്രെഡാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡ് വശം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ആ സൈഡ് കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സൈഡ് വശം ചേർത്തിട്ടായാലും നമുക്ക് ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് കുറച്ച് ഒരു ലേശം മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഒരു ലേശം വെള്ളം ചേർക്കുമ്പോഴേക്കും നന്നായിട്ടത് കുതിർന്ന് വരും. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമുക്കതിൻ്റെ മാവ് ഒത്തിരി ലൂസായിട്ടിരിക്കാൻ പാടില്ല കേട്ടോ, കുറച്ച് ഒരു കട്ടിക്ക്, എന്നാൽ ഒത്തിരി കട്ടി കൂടാനും പാടില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. ജസ്റ്റ് നമുക്കിങ്ങനെ കയ്യിലിങ്ങനെ എടുക്കാൻ പാകത്തിന് വേണം ആ ഒരു മാവ് ഇരിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മാവ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൂടി പോകാമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1-2 സ്ലൈസ് ബ്രെഡ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ റെഡിയായി. ഇനി ഒരു പാനിൽ എണ്ണ ചൂടാക്കിയതിന് ശേഷം കുറേശ്ശെ മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക. ഒത്തിരി കട്ടിക്കല്ല, ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഈ ഒരു സ്നാക്ക് കഴിക്കാനായിട്ട്. നമുക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ്. വെറുതെ കഴിക്കാനാണെങ്കിലും സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയൊരു ഈസി റെസിപ്പി ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.